ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പ്രജീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല രുചിയുള്ളൊരു ബീഫ് കറിയാണ്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലാണ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബീഫ് കറി തയ്യാറാക്കാൻ വേണ്ടി 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ 1 കപ്പ് കുഞ്ഞുള്ളി, 1 സവാള, 1 കുടം വെളുത്തുള്ളി, 3 കഷ്ണം ഇഞ്ചി. അപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നേരെ പകുതി എടുത്തിട്ട് നമ്മളിതുപോലെ അരകല്ലിൽ അരച്ചതാണ്. അത് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, 1 തണ്ട് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇളക്കി ചേർത്ത് വെക്കുക. അങ്ങനെ ഇത് ഇളക്കി ചേർത്ത് 1/2 മണിക്കൂർ ഇതങ്ങ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഈ അരപ്പുകളൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആകുമ്പോഴത്തേനും നമുക്കിതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ബീഫ് കറി നമ്മൾ വറുത്തരച്ചാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വറ്റൽമുളക് എടുത്തേക്കുന്നത് ഒരു 28 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതുപോലെ വറുത്തെടുക്കാൻ. അപ്പം ഇത് കഴുകിയ ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് വേണം ഇത് വറുക്കാനേ. അപ്പോൾ ഈ മുളകും മല്ലിയൊക്കെ നല്ലതായിട്ട് ചൂടായിട്ട് ഒന്ന് മുരുമുര ആ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറിയ തീയിലിട്ട് തന്നെ ഇത് വറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ബീഫ് നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അരപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്നു. ഇതിനെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലേക്ക് ബീഫെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിൽ അടുപ്പിക്കുക. ആ സമയമുണ്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും മല്ലിയും നമുക്ക് അരകല്ലിൽ വെച്ച് വടി അരച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് നമ്മളൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അരപ്പെല്ലാം തയ്യാറാണ്. അപ്പോൾ സവാളയും കുഞ്ഞുള്ളിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാം. നമ്മൾ മുറ്റത്തെ അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കറിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തു. തേങ്ങാക്കൊത്ത് നമ്മളൊരു 1/2 കപ്പ് തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വഴറ്റി വരുമ്പം നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും സവാളയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ തീ നമ്മൾ നല്ലതായിട്ട് തീയിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. തീ കൂട്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വഴണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ദാണ്ട് നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മുറ്റത്ത് വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ മുറ്റത്തൊരു അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അടുപ്പിൻ്റെ അവിടെ വെച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ ഞങ്ങളത് ചാമ്പയുണ്ട് മുറ്റത്ത്, ചാമ്പയും റംബൂട്ടാനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ഞങ്ങൾ അടുപ്പ് കൂട്ടിയേക്കുന്നത്. അവിടെ വെച്ചാണ് ഞങ്ങൾ പാചകം ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വെച്ച് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റി വരാൻ വേണ്ടി നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതങ്ങ് വഴറ്റി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഉള്ളിയും ഇതെല്ലാം ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് അരവടി വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരപ്പ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അരവടി വെള്ളം അത്രയും നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ബീഫ് വേവിച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പിടരുത്, കാരണം പറ്റി വരുമ്പോൾ ഒത്തിരി ഉപ്പായി പോകും. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബീഫ് നല്ല വെന്തിട്ടുണ്ട്. ഇത് ആ ബീഫ് വെന്ത വെള്ളവും ബീഫും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നന്നായിട്ട് തീ കൂട്ടി തന്നെ വയ്ക്കുക. നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക. അടച്ച് വെച്ച് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 6 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. കുക്കറിൽ ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഈ അരപ്പ് പിടിക്കുന്ന അത്രയും സമയം കൊടുത്താൽ മതി ഇതിൽ. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്.
ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഇതിങ്ങനെ ചെറിയ തീയിലിരുന്ന് വേവട്ടെ. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കറിച്ചട്ടിയുടെ ചൂടിരുന്ന് കുറേ കൂടെ വറ്റും. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. പിന്നെ ഇത് നമ്മൾ തലേന്ന് ഇങ്ങനെ കറി വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഇതിൻ്റെ രുചി ഭയങ്കരമായിട്ട് കൂടുന്നത് കേട്ടോ. ഇപ്പോൾ അരപ്പൊക്കെ പിടിച്ച് കറക്റ്റ് സെറ്റ് ആവുന്നത് അടുത്ത ദിവസം ആകുമ്പോഴത്തേനാണ്. അപ്പോൾ ഇതുപോലെ തലേന്ന് രാത്രിയിലൊക്കെ കറി വെച്ച് വയ്ക്കുക, പിറ്റേ ദിവസം എടുത്ത് കഴിച്ച് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റിലൂടെ പറയുക. പിന്നെ കറിച്ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയുള്ളൊരു ബീഫ് കറിയാണ്, പോത്തിറച്ചിക്കറിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കണം. ക്രിസ്മസ് ഒക്കെ അല്ലേ, എല്ലാവരും വീട്ടിൽ സ്പെഷ്യലൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ബീഫൊക്കെ മേടിക്കുന്നവർ ഇതുപോലെ കറി വെച്ചൊന്ന് കഴിച്ചു നോക്കൂ, നല്ല രുചിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്